കുഴപ്പത്തിൻ്റെ അല്ല, നിങ്ങളുടെ പോളിസി വാസ് റോങ്. ഇതാണ് പറയുന്നത്. അത് നിങ്ങൾ പറയുന്ന സമയത്ത് ഈ പുരാണ ഇന്ത്യ നീ ഏക് നയ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് പുരാണ ഇന്ത്യയിൽ എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. കുഴപ്പമായിരുന്നു, കുഴപ്പമില്ല, ദുർബലനല്ല. ദുർബലത എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ആയിരുന്നു ദുർബലത. പക്ഷെ നിങ്ങൾ ഇന്ദിരാഗാന്ധിനെ അയൺ ലേഡി എന്ന് വിളിക്കും, കാരണം 71 വാർ ഇനിഷ്യേറ്റ് ചെയ്തു. അയൺ ലേഡി, ഷീ ഈസ് ഫൈൻ. ബട്ട് ദെൻ എൻ്റെ പവർ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അവിടെ നിങ്ങളെന്താ ദുർബലരായിപ്പോയി, അധികാരമോഹികളായിപ്പോയി. നേരെ മറിച്ച് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോകണം. ഇവിടെ എത്ര പേരുണ്ട് ഇത്രയും അട്ടഹാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ റിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയില്ലേ? ഞാൻ നാളെ ഒരു MLA ആവട്ടെ, എൻ്റെ പേരിൽ അങ്ങനെ ഒരു അലിഗേഷൻ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഞാനിതിൽ പാർട്ടാണ്. ഇവിടെ പലർക്കും അറിയാം അവർ പാർട്ടാണെന്ന്, പക്ഷെ അവർ റിസൈൻ ചെയ്യില്ല. എൻ്റെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പോയി ടി വിയിൽ പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്ക്, അയാൾ റിസൈൻ റെക്കോർഡ് ചെയ്ത് തന്നെ വെച്ചേക്ക്. അങ്ങനെ ഞാൻ MLA ആയിക്കഴിഞ്ഞാൽ, കാരണം യു ആർ കമ്മിറ്റഡ് ടു ദ പബ്ലിക്. അപ്പം പഴയ ഇന്ത്യ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 62, 65, 71 ഇതാണ് 3 വാർ. ഈ 3 വാറിനകത്തും നമ്മൾ സ്ഥലങ്ങൾ 62 പിടിച്ചെടുത്തിട്ടൊന്നുമില്ല. 65 നമ്മൾ പിടിച്ചിട്ടുണ്ട്, 71 പിടിച്ചിട്ടുണ്ട്. ഈ പിടിച്ച സ്ഥലങ്ങളൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ 19 നടന്ന കാർഗിൽ വാറിൽ അതിൽ പിടിച്ചെടുത്ത 3 കിലോമീറ്റർ പല സ്ഥലങ്ങളിലും ഇങ്ങനെയായിരുന്നു വേരിയേഷൻസ്. പിടിച്ചെടുത്ത 3-7 കിലോമീറ്റർ വരയ്ക്കുള്ള സ്ഥലങ്ങളൊന്നും ഇന്ന് വരെ നമ്മൾ തിരിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നാഷണൽ ഹൈവേ 1A കാർഗിൽ തൊട്ട് ദ്രാസ് വരയ്ക്കുള്ള സ്ഥലം അന്ന് ഞാനവിടെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് വൾണറബിൾ. കാരണം പാകിസ്ഥാനീസ് അവിടെ ഇരുന്നുകൊണ്ട് ഫയർ ചെയ്യാൻ സാധിക്കും ഗണ്ണുകൾ. പലപ്പോഴും ആ ഡിസ്റ്റൻസ് മാറുന്നതുകൊണ്ട് പൊട്ടുന്നില്ല. അത് ഇവർ പിറകിലോട്ടൊക്കെ പോയപ്പോൾ ആ റോഡ് ഇപ്പോൾ ക്ലീനായി, ആർക്ക് വേണമെങ്കിലും പോകാൻ ഒരുപാട് വെപ്പം നടക്കുന്നില്ല. എൻ്റെയൊക്കെ മുമ്പിൽ ഷെല്ലിങ് വീണിട്ടുണ്ട്. അപ്പം അതാണ് പഴയ ഇന്ത്യ പുതിയ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇന്ന് നീ ഞങ്ങളെ അടിച്ചാൽ തിരിച്ച് വന്ന് നിൻ്റെ വീട്ടിൽ കയറി അടിക്കൂടാ. ഇത് ഏതൊരു രാജ്യത്തും വേണം. ഇസ്രായേൽ ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രശ്നം എന്തായിരുന്നു? ഇസ്രായേൽ സമാധാനത്തിൽ പോകല്ലായിരുന്നു. നിങ്ങളിവിടെ ഹമാസിനെ പലരും സപ്പോർട്ട് ചെയ്തിട്ട് പറയുമായിരിക്കും. ഞാൻ ചോദിക്കും, നിങ്ങളെന്തെങ്കിലും മറ്റുള്ളവൻ്റെ വീട്ടിൽ പോയിട്ട് ചൊറിയാൻ നിൽക്കുന്നു? നമ്മൾ ഇന്ത്യ സമാധാനത്തിലിരിക്കുന്നു. നീ പേൽഗാമിൽ വന്നിട്ട് എന്തിനാ ചൊറിയാൻ വന്ന് അവിടെ വന്ന്? നീ എനിക്കൊരു കാര്യം ചോദിക്കാം. ഈ പുൽവാമ അറ്റാക്ക് മുമ്പ് IB-യുടെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെ റോഡ് വേസിൽ വിടരുത്, എയർവേസിലാണ് വിടേണ്ടതെന്ന് ഇൻഫർമേഷൻ കിട്ടിയെന്നും അതിൻ്റെ നെഗ്ലിജൻസ് കാരണമായിരുന്നു അറ്റാക്ക് ഉണ്ടായെന്നും പഠനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ഇന്ത്യ പാഴായി പോലെ ദുർബലല്ല, അല്ലെങ്കിൽ അവർ കുറച്ച് ഉഴപ്പിയില്ലേ? അതിലെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഇവിടെയാണ് നിങ്ങൾക്ക് ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ. ഈ സംഭവങ്ങൾ അലോട്ട് ചെയ്യുന്നത് ലോക്കൽ ആളുകളാണ്, ലോക്കൽ കമാൻഡാണ്. അല്ലാതെ ഡൽഹിയിൽ നിന്നല്ല. അത് ലോക്കൽ കമാൻഡ് തീരുമാനിക്കും ഇവരെ കോൺവോയിൽ വിടണോ അല്ല ഫ്ലൈറ്റിന് വിടണോ. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ വിചാരിക്കും ഫ്ലൈറ്റ് എന്തുകൊണ്ട് പോയില്ല എന്ന്. പക്ഷേ പേൽഗാം എന്നുള്ള സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങൾ അനന്തനാഗ് എന്നുള്ള സ്ഥലത്തുനിന്നോ ഫ്ലൈറ്റും ഇല്ല, ഒന്നുമില്ല. അവിടുന്ന് എയർപോർട്ട് വരയ്ക്കുള്ള ദൂരത്തിലാണ് ഈ അടി നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാം എന്തും, അവർക്ക് എന്തുകൊണ്ട് ഫ്ലൈറ്റ് കൊടുത്തില്ല. ഫ്ലൈറ്റ് അവിടെ ഉണ്ട് ശ്രീനഗറിൽ. പക്ഷേ ആ ശ്രീനഗറിലേക്ക് എത്താൻ 100-150 കിലോമീറ്റർ വരേണ്ടതാണ്. നിങ്ങൾ കാശ്മീരിൽ പോകൂ, അവന്തിപ്പൂരിലുണ്ട് ഒരു എയർപോർട്ട്, എയർ ബേസ് ഉണ്ട്, ശ്രീനഗറിലുണ്ട് എയർ ബേസ്. ഇതിൽ ഉള്ള സ്ഥലങ്ങൾ കങ്കൻ, സോൺമാർഗ്, ഈ സ്ഥലത്തു നിന്നുള്ള പട്ടാളക്കാർ വരണമെങ്കിൽ അവർക്ക് 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വരണം. പേൽഗാം സൈഡിൽ കൂടെ വരേണ്ടവരും വരണം. ഇത് ബസ്സല്ലാതെ പിന്നെ എന്തിലാണ് അവർ? അത് വിത്ത് കോൺവോയ് പ്രൊട്ടക്ഷൻ തന്നെയാണ് വരുന്നത്. ആ പ്രൊട്ടക്ഷൻ്റെ ഉള്ളിലോട്ട് ഒരുത്തൻ ഇടിച്ച് കയറുന്നു എന്ന് പറയുന്നത് അത് നിർഭാഗ്യവശാൽ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാം ഫ്ലൈറ്റ് അലോട്ട് ചെയ്തു, എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഇതാണ് എയർപോർട്ട്. ഇവിടേക്ക് എത്താൻ ഇവിടുന്ന് എല്ലാം വരുന്നത് ബൈ റോഡ് തന്നെയല്ലേ വരെ. അവിടുന്ന് ഏത് എയർപോർട്ടിൽ നിന്നാണ് എടുക്കുക? അവര് പാസേജിലാണ് നടന്നിരിക്കുന്നത്. പിന്നെ ഒരാളെ അധികം ഹോൾഡ് ചെയ്യാനും പറ്റില്ല. നിങ്ങൾ ഒരുത്തന്നെ ലീവിന് പോകേണ്ട ഒരു വർഷത്തിൽ 365 ദിവസത്തിനകത്ത് ഈ കംപ്ലീറ്റ് പട്ടാളക്കാരെ റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പേൽഗാം എന്നുള്ളത് ഒരു പ്രാവശ്യമല്ലേ നടന്നിട്ടുള്ളൂ. അതിനെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. അതിന് ഗവർണർ മറ്റൊരു സംശയമുള്ളത്, കാണ്ഡഹാറിനെ അധികരിച്ച് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. കാണ്ഡഹാറിനെ പറ്റി വിശദമായിട്ടുള്ള ആ മിഷനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും കൂടി ചോദിച്ചോട്ടെ. അതായത് ആ മിഷനിൽ റാൻസം കൊടുത്ത് അവിടുന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭീകരനെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത്
ആ എയർ പാസഞ്ചേഴ്സിനകത്ത് സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്ന ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഫോറിനർ ഉണ്ടായിരുന്നു എന്നും അയാൾക്ക് കറൻസി അച്ചടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അദ്ദേഹം ഒഫീഷ്യലി അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ആണ് ഇന്ത്യ റിസ്ക് എടുക്കാഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവന് മേലെ ഉള്ള കരുതൽ കാരണമാണ് ഇന്ത്യ റിസ്ക് എടുക്കാഞ്ഞതെന്നും അജിത് ഡോവൽ അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലൂടെ ശ്രമിച്ചതെന്നും പഠനങ്ങളുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താ ശരിക്കും? പക്ഷെ ഇതിനകത്ത് ഈ സത്യങ്ങൾ എന്താണെന്നുള്ളത് പലപ്പോഴും നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ വേറൊന്ന്, അവിടെ ചില പാളിച്ചകൾ വന്നിട്ടില്ല. ഞാൻ ഒരു കമാൻഡോ ഓഫീസറാണ്, എൻ്റെ കൗണ്ടർ ബറ്റാലിയനാണ് 52 SAG എന്ന് പറയുന്നത്. ഞങ്ങൾ 51 SAG കൗണ്ടർ ടെററിസമായിരുന്നു, അവർ ആൻറ്റി ഹൈജാക്കാണ്. ഈ ആളുകൾ അമൃത്സറിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സമയത്ത് അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇടിച്ച് കയറിയിരുന്നെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു പിസ്റ്റലും 6 ബുള്ളറ്റോ അല്ലെങ്കിൽ 10 ബുള്ളറ്റോ കൊണ്ടുവരും. മാക്സിമം ഒരു 2-3 ആൾക്കാർ മരിക്കും. പക്ഷെ നമ്മുടെ അഭിമാനം തിരിച്ചെടുക്കാമായിരുന്നു. അവിടെ എന്തുകൊണ്ട് അങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് ചോദിച്ചിട്ടുള്ളതിന് എനിക്ക് ഉത്തരമില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്. ആ സമയത്ത് ചെയ്തിരുന്നെങ്കിൽ, ഞാനെന്നുള്ളൊരു കമാൻഡോ ആയിരുന്നെങ്കിൽ നമുക്കത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിലപ്പോൾ 1-2 ആൾക്കാർ മരിക്കും. പാസഞ്ചേഴ്സിൽ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് 1-2 ആൾക്കാർ. ബട്ട് ദെൻ ഈ 150 ചില്ലാനം ആളുകളും അഭിമാനവും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. അതങ്ങനെ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ പാർലമെൻറ്റ് അറ്റാക്ക് നടക്കില്ല. കാരണം അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ള അവന്മാരാണ് പാർലമെൻറ്റ് അറ്റാക്ക്. ഇതൊക്കെ ഒരു ചെയിനാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ ഹൈജാക്കിങ് ചെയ്തിട്ടുള്ളതിന് ഒരു കോംപ്രമൈസ് ടോക്കും നമ്മൾ ഒരു ഗവൺമെൻറ് ചെയ്യരുത്. ആ പോളിസി അമേരിക്കയുടെ പോളിസി ആയിരിക്കണം. നോ ടോക്ക് വിത്ത് ദ ടെററിസ്റ്റ്, നോ ബാർഗനിങ്. അത് നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പ്രൂവ് ചെയ്യുന്നതിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ലൈഫ് നഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ SOP ആയിട്ട് മാറും. പിന്നെ അപ്പോൾ ടെററിസ്റ്റുകൾക്കറിയാം ഇത് കിഡ്നാപ്പ് ചെയ്തിട്ട് കാര്യമില്ല, ഇവന്മാർ നെഗോഷിയേഷന് വരില്ല എന്നുള്ളത്. അങ്ങനെയുള്ള രാജ്യങ്ങൾ ഇവർ കിഡ്നാപ്പോ അല്ലെങ്കിൽ ഹൈജാക്കോ നടത്തുന്നില്ല. അപ്പം അതുകൊണ്ട് അതെന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും ക്ലാരിറ്റി ഇല്ല. പക്ഷേ എൻ്റെ കമാൻഡോസ്, എനിക്കറിയാം ആ യൂണിറ്റിലുണ്ടായിരുന്ന അന്നത്തെ ഓഫീസേഴ്സൊക്കെ എൻ്റെ അറിയുന്ന ഓഫീസേഴ്സ് പറഞ്ഞു, സർ വി ഹാവ് റീച്ച്ഡ് അമൃത്സർ, പക്ഷേ വി ഡിഡ്ന്റ് ഗെറ്റ് ദ പെർമിഷൻ ടു അറ്റാക്ക്. അതും അവർ ശരിക്ക് ഫ്ലൈറ്റ് നിന്നിരുന്നതിൻ്റെ ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ബാക്ക് സൈഡിലുള്ള ഫുൾ 180 ഡിഗ്രി ഇല്ലെങ്കിലും ആ 45 ഡിഗ്രി ആംഗിളിൽ ഇവർ അപ്രോച്ച് ചെയ്ത് ഫ്ലൈറ്റിൻ്റെ താഴത്തെത്തിയിട്ടുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ട് ഈ ലൈൻ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് കൂടെ കാണും, സൈഡിൽ കാണും. ഇതിൻ്റെ ഡെഡ് എൻഡ് എന്ന് പറയുന്നതാണ് ഈ പിറകിലത്തെ വിൻഡോയിൽ കൂടെ നോക്കിയാൽ കാണുന്ന ഒരു ആംഗിളുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ദൂരം നിന്ന്. ആ ടാർമാക്കിൽ വന്നു കഴിഞ്ഞിട്ട് അടിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പലതും ഉണ്ട്. ലാഡർ എൻട്രി ഉണ്ട്, ഡോറ് പുറത്തുനിന്ന് തുറക്കുന്ന എൻട്രി, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദുരന്തർ സത്യമാണോ? ദുരന്തർ എന്നുള്ളത് അതൊരു ചെറിയ എലിമെൻ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ദുരന്തറിൽ അറിയുന്ന മോഹിത് ശർമ്മയുടെ കാര്യം നിങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ 2 വർഷം മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യഥാർത്ഥ ഹീറോസൊക്കെ ഇവരെയാണ്.